സർ നമസ്കാരം. നമസ്കാരം. കേരളം കണ്ട ഏറ്റവും ഭീകരമായ കൊലപാതകമായിരുന്നു ടി.പി. ചന്ദ്രശേഖരൻ്റെ വധം. 61 വെട്ടുവെട്ടി 51 വെട്ടുവെട്ടി ഒരു മനുഷ്യനെ എങ്ങനെ ഒരു മനുഷ്യൻ്റെ മുഖം വികൃതമാക്കാം, ആ രീതിയിലുള്ളൊരു പരീക്ഷണം കൂടിയായിരുന്നു. അത്രയും ക്രൂരമായ കൊലപാതകമായിരുന്നു. കാരണം CPM എന്ന മാതൃസംഘടനയിൽ നിന്നും ആശയപരമായി ഇനി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി RMP എന്നൊരു പാർട്ടി ഉണ്ടാക്കി ടി.പി. ചന്ദ്രശേഖരനും അനുയായികളും CPMൽ നിന്ന് മാറുന്നു. പിന്നീട് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് RNP മുന്നോട്ട് പോയത്. ചന്ദ്രശേഖരൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന പക്ഷം CPM തന്നെ മലബാർ മേഖലയിൽ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ CPMൻ്റെ അപ്പോസ്തലന്മാരെല്ലാവരും ചേർന്ന് പ്ലാൻ ചെയ്താണ് ആ കൊലപാതകം നടപ്പിലാക്കിയത്. ആ കൊലപാതകത്തിൽ പ്രധാനമായും പങ്കെടുത്തത് കൊടിസുനി എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനലാണ്. കൊടും സുനിയുടെ നേതൃത്വത്തിലാണ് ഒരു സംഘം ആളുകൾ ടി.പി. ചന്ദ്രശേഖരനെ 10 വർഷങ്ങൾക്ക് മുൻപ് കൊല ചെയ്യുന്നത്. ഇപ്പോൾ ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കൊടിസുനിയും കൂട്ടരും പലതവണ ജയിലിൽ പല വിധത്തിലുള്ള വിഷയങ്ങളുണ്ടാക്കി. എന്നാൽ 2 വട്ടമായി 10 വർഷം കേരളത്തിൻ്റെ ഭരണം കയ്യാളിയ പിണറായി വിജയൻ തന്നെയായിരുന്നു ആഭ്യന്തര വകുപ്പും. അതുകൊണ്ട് കൊടിസുനിക്കും കൂട്ടർക്കും ജയിലിൽ, അതായത് തുറന്ന ജയിലിലായിരുന്നു അവർ അവിടെ കിടന്നിരുന്നത്. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എന്നാൽ അപ്പോഴെല്ലാം ജയിലിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി പല കാരണങ്ങളാലും കൊടിസുനി ഉൾപ്പെടെയുള്ള ക്രിമിനലുകളെ പല ജയിലിലേക്കും മാറ്റിയിട്ടുണ്ടായിരുന്നു. അവസാനം കൊടിസുനിയെ മാറ്റിയത് ടി.പി. ചന്ദ്രശേഖരൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അതിന് തത്തുല്യമായ മറ്റൊരു കേസിൽ വിചാരണ നേടുന്നതിന് വേണ്ടി കണ്ണൂരിലൊരു കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജയിൽ വാർഡന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ കൊടിസുനിക്ക് മദ്യപിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തൊരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് പുറത്തിറങ്ങിയത്. ആ കേസിനെ ചൊല്ലി പിന്നീട് ജയിലിൽ അടിപിടിയുണ്ടായി. അവിടെ നിന്ന് കൊടിസുനിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നു. പിന്നീട് അവിടെ വലിയ വിഷയങ്ങളുണ്ടായപ്പോൾ തവന്നൂർ ജയിലിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ തവന്നൂർ ജയിലിലും വലിയ വിഷയങ്ങളുണ്ടാക്കി. അവിടെ ജയിൽ സൂപ്രണ്ടിനെ ഉപദ്രവിച്ചു, 2 തടവുകാരെ ഉപദ്രവിച്ചു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊടിസുനിയെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നു. കൂട്ടാളികളായ 2 പേരെ മറ്റ് 2 സ്ഥലത്തേക്ക് മാറ്റുന്നു എന്നാണ് പറയുന്നത്. സർ, വി.ഡി. സതീശൻ സർക്കാർ നിലവിൽ വന്നപ്പോൾ ക്രിമിനലുകൾക്കെതിരെ കൃത്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിൻ്റെ ഭാഗമായി തന്നെയല്ലേ ഇത്തരത്തിലൊരു നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത് എന്ന് ജനം സംശയിച്ചാൽ തെറ്റുണ്ടോ? അതായത് വി.ഡി. സതീശൻ വന്ന ശേഷം നടത്തിയിട്ടുള്ള പല മിന്നൽ നീക്കങ്ങളും നമ്മൾ നേരത്തെ ആഗ്രഹിച്ചതാണ്. നിയമപ്രകാരം നടത്തേണ്ട പല തീരുമാനങ്ങളും എടുക്കാതെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് നീതിരഹിതമായിട്ടാണ്, ഇവിടെ പക്ഷപാതരഹിതമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. അത് നമുക്കറിയാം. ആദ്യം തന്നെ എ.വി. തോമസ് എന്ന് പറയുന്ന MLA-യുടെ തല അടിച്ച് പൊട്ടിച്ച ആലപ്പുഴയിലെ ഒരു പിണറായിയുടെ ഗൺമാൻമാരുടെ കാര്യം, അത് എത്ര വേഗം കൊണ്ടാണ് തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്ത് അവരെ അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. ഇതേപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് മുമ്പ് ടി.പി. ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ കൊന്നവർ, അതിലെ മുഖ്യപ്രതികൾ എല്ലാവരും സസുഖം വാണരുളുകയായിരുന്നു കഴിഞ്ഞ 10 വർഷം. അവർക്ക് മൊബൈലുണ്ട്, മദ്യമുണ്ട്, കഞ്ചാവുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും ജയിലിൽ കിട്ടുമായിരുന്നു. മാത്രമല്ല അവിടെ ജയിൽ വാർഡന്മാരൊക്കെ ഇവരെ പേടിച്ചിട്ടാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. ആദ്യം കണ്ണൂരിലായിരുന്നു ഇവരെല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഘട്ടമായി അവിടെ നിന്ന് മാറ്റി. ഓരോ തവണയും ഇവരുടെ സെല്ലുകൾ പരിശോധിക്കുമ്പോൾ മൊബൈലും കഞ്ചാവും സിഗരറ്റും ബീഡിയും പണവും എല്ലാം പിടിച്ചെടുത്തിരുന്നു. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് എങ്ങനെയാണ്? അവിടുത്തെ വാർഡന്മാരുടെ സഹായത്തോടെ തന്നെയാണ്. വാർഡന്മാരാണെന്ന് വെച്ചാൽ CPMനോട് താല്പര്യമുള്ള വാർഡന്മാരാണ് ഇവർക്ക് വേണ്ടി നിൽക്കുന്നത്. അവരവിടെ രാജാക്കന്മാരെ പോലെയായിരുന്നു കഴിഞ്ഞിരുന്നത് ജയിലിനുള്ളിൽ. പിന്നീട് പല ലിമിറ്റ് കഴിഞ്ഞപ്പോഴാണ് പല പ്രശ്നങ്ങളും പുറത്തു വന്ന് ലിമിറ്റ് കഴിഞ്ഞപ്പോഴാണ് അവരെ പല ജയിലിലേക്കും മാറ്റിയത്. അങ്ങനെയാണ് തൃശ്ശൂരിലേക്ക്, വിയ്യൂർ ജയിലിലേക്കൊക്കെ മാറ്റിയത്. അതിനുശേഷം അവരെ താനൂർ ജയിലിലേക്ക് മാറ്റി. ഇപ്പോഴിതാ അവിടെ ഉണ്ടായ പ്രശ്നത്തിൽ 3 പേരെ 3 വ്യത്യസ്ത സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവരുടെ സൗകര്യപ്രകാരം ഒരുമിച്ച് മാറ്റുന്ന രീതിയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 3 പേരെ 3 ഭാഗങ്ങളിലേക്ക് മാറ്റിയതുകൂടി അവർ മാനസികമായും ശാരീരികമായും തളരാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം. ജയിലിനുള്ളിലൊരു നിയമമുണ്ട്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളത്. സ്വാധീനമുള്ളവൻ കാര്യക്കാരൻ. ഇവിടെ കയ്യൂക്കുള്ളവനോ സ്വാധീനമുള്ളവനായിരുന്നു കൊടിസുനി.
പിണറായി വിജയൻ്റെ ഇഷ്ട കഥാപാത്രങ്ങളായിരുന്നു ഇവർ. TP ചന്ദ്രശേഖരനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്ത അത് കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയനായിരുന്നു എന്നുള്ളതാണ് സത്യം. പിണറായി വിജയൻ അറിയാതെ, സംസ്ഥാന സെക്രട്ടറി അറിയാതെ ഒരു ഈച്ച പോലും അനങ്ങില്ല എന്നിരിക്കെ ഈ സംഭവം നടന്ന് TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി ക്രൂരമായി കൊല്ലുമ്പോൾ അതിന് നേതൃത്വം കൊടുത്ത കൊടിസുനിയെ ആദരിക്കുകയായിരുന്നു പിണറായി വിജയൻ. ജയിലിനുള്ളിൽ എന്താണ് വേണ്ടത് അതെല്ലാം ഒരുക്കി കൊടുത്തു. മദ്യത്തോടൊപ്പം എല്ലാ സംഭവങ്ങളും ആവശ്യമുള്ളതെല്ലാം ഒരുക്കി കൊടുത്തിരുന്നു. മാത്രമല്ല, ചില രഹസ്യ റിപ്പോർട്ടുകൾ പറയുന്ന ഇവരെ അർദ്ധരാത്രിയിൽ പല ദിവസങ്ങളിലും പുറത്തിറക്കി പല കൊലപാതകങ്ങളും പല തട്ടിപ്പുകളും പല കവർച്ചകളും ഒക്കെ നടത്താൻ പിണറായി വിജയൻ ഒത്താശ ചെയ്തു കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അതേ വളരെ ഗൗരവമായ ചില ആരോപണങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്നുള്ളത് ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തായാലും പിണറായി വിജയൻ്റെ ഭരണകാലത്തുണ്ടായിരുന്ന സൗകര്യങ്ങൾ ഇപ്പോൾ VD സതീശൻ്റെ ഭരണം വന്നതോടെ എല്ലാം നിലച്ചിരിക്കുന്നു. ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഈ ഗുണ്ടകൾക്ക് യാതൊരു തരത്തിലും നീതി കിട്ടുന്നുണ്ടെങ്കിലും അവർക്ക് അമിതമായ സ്വാതന്ത്ര്യമോ അവർക്ക് അർഹതപ്പെടാത്ത കാര്യങ്ങളോ കിട്ടുന്നില്ല. ആ അവസ്ഥയിൽ ഈ ഒരു മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഇഷ്ടപ്രകാരം ഇച്ഛതപ്രകാരമാണ് ഇവിടെ ഒരു സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കിയാൽ അടുത്ത സ്ഥലത്തേക്ക് മാറ്റാറ്. ഇവിടെ 3 പേരെയും 3 സ്ഥലത്തേക്ക് മാറ്റിയതോടെ കയ്യും കാലും വെട്ടിയിട്ട പോലെയാണ് അവരുടെ അവസ്ഥ. പുതിയ സ്ഥലത്തേക്ക് അവർ വരുമ്പോൾ തീർച്ചയായും അവർക്ക് പഴയ പോലെ അങ്ങനെ വിലസാൻ കഴിയില്ല. മുമ്പ് ഭരണമുള്ളപ്പോൾ പിണറായി വിജയൻ ഉണ്ട് എന്നുള്ള അഹങ്കാരമായിരുന്നെങ്കിൽ ഇപ്പോൾ VD സതീശനാണുള്ളത്. ഏത് കൊലകൊമ്പനാണ് ശരി, യാതൊരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിലില്ല എന്നുള്ള ദൃഢനിശ്ചയം എടുത്തുള്ള VD സതീശൻ ഭരിക്കുമ്പോൾ ഇവർക്ക് അവിടെ യാതൊരു സൗകര്യവും കിട്ടില്ല. യഥാർത്ഥത്തിൽ കൊടിസുനിയോ അല്ലെങ്കിൽ കൂട്ടാളികളോ അത്ര വലിയ ഗുണ്ടകളൊന്നുമല്ല. ഇവരുടെ പേരാണ്, ഇവരങ്ങനെ ആക്കിയെടുത്തതാണ്. ശരിക്കും 4 തല്ല് കിട്ടുമ്പോൾ താനെ അവസാനിക്കുന്ന ധൈര്യമേ ഇവർക്കുള്ളൂ. ശരിക്കും ഭീരുക്കളാണ് അവർ എന്നുള്ളതാണ് കൃത്യമായി മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ അവർ കൂട്ടം കൂടുമ്പോഴാണ് ശക്തി ഉണ്ടാകുന്നത്. മാത്രമല്ല, ഭരണം കയ്യിലുള്ളപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സഹായമായിട്ടുള്ളത്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തൊക്കെ തന്നെ പല കൊലപാതകങ്ങളും നടത്താനും പല ക്രിമിനൽ കുറ്റങ്ങളും ചെയ്യാനും ഇവരെ പുറത്തിറക്കിയിരുന്നു എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. അത് എത്രമാത്രം ശരിയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഇപ്പോൾ അവരുടെ സ്ഥിതി വളരെ ദയനീയമാണ്. യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമീപനമാണ് ക്രിമിനലുകളോടുള്ളത് ഈ പുതിയ ഗവൺമെൻറ്റിനുള്ളത് എന്നുള്ളതാണ് സത്യം. എന്തായാലും കൊടിസുനി പഴയ പോലെ വലിയ ഗുണ്ടായിസമൊന്നും ജയിലിലോ അല്ലെങ്കിൽ പുറത്തോ കാണിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നതോടെ അവർ വാടിത്തളർന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് 3 പേരെ 3 ജയിലിലേക്ക് എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി. മുമ്പൊക്കെ പിണറായി വിജയൻ പേടിച്ചിട്ടാണ് ഇതൊന്നും പറയാത്തത്. കാരണം കൊടിസുനിയുടെ വാ തുറന്നാൽ പിണറായി വിജയൻ പിറ്റേ ദിവസം അറസ്റ്റിലാകും. കാരണം TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതി ആരാണ്, അതിന് കൃത്യമായി നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തി ഈ കാര്യം ഏൽപ്പിച്ച ആരാണോ അവരാണ്. അത് പിണറായി വിജയൻ അല്ലാതെ മറ്റാരാണ്? സാർ ഒന്ന് ഇടപെട്ട് സംസാരിക്കട്ടെ. കാരണം ഈ കൊടിസുനിയുമായി അല്ലെങ്കിൽ TP ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളുമായി CPM-ന് യാതൊരു തരത്തിലും ബന്ധമില്ല എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ കൊടിസുനിയെയും കൂട്ടരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയതിൻ്റെ തൊട്ടു പുറകെ അടുത്ത ദിവസങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണൻ ജയിലിൽ ഇവരെ സന്ദർശിക്കുന്ന ചിത്രമടക്കം വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ കേസിന് നടത്തിപ്പിന് വക്കീലന്മാരെ ഏർപ്പാടാക്കിയതും അവർക്ക് പണം കൊടുത്തതെല്ലാം CPM തന്നെയാണ്. അപ്പോൾ CPM-മായി ബന്ധമില്ലാത്തൊരു കേസിന് പിന്നെ എന്തിനാണ് CPM ഇത്തരത്തിൽ CPM നേതാക്കൾ അവരെ ജയിലിൽ പോയി കാണുന്നത്? എന്തിനാണ് CPM നേതാക്കൾ ഈ കേസ് നടത്തുന്നത് എന്നുള്ള വലിയ ചോദ്യം തന്നെയല്ലേ? അല്ല, അത് പാർട്ടി നടത്തിയ കൊലപാതകമാണെന്ന് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തതാണല്ലോ. അതിൽ വേറെ സംശയമൊന്നുമില്ല, ആർക്കും സംശയമില്ല. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ജയിലിനുള്ളിലും മദ്യം മദിരാശിയെല്ലാം ഒരുക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പല ദിവസങ്ങളിലും അവരെ ആരും അറിയാതെ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നു, പല ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾക്ക് ഉപയോഗിക്കുന്നുള്ള ആരോപണമുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലതും നടത്തിയ ശേഷം അവർ കൃത്യമായി ജയിലിനുള്ളിൽ പോകുന്ന പ്രതികളെ അന്വേഷിച്ചാൽ ഇവരെ കിട്ടുമോ? ഇവരെ എവിടെയായിരിക്കും? ജയിലിനുള്ളിലുള്ള റെക്കോർഡായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ രൂപത്തിൽ ജയിലിനുള്ളിലാണ് എന്ന് കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർ പുറത്ത് വന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ അരങ്ങേറിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്ന് വരുന്നത്. എന്തായാലും അവർക്ക് പഴയ കാലം മറന്നിക്കേണ്ട അവസ്ഥയാണുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അധികാരം പോയി, അവർക്ക് ഇതേപോലെയുള്ള ജയിലുകളിലുള്ള സ്വാതന്ത്ര്യം പോയി. ആ സമയത്ത് അവിടെയുള്ള കൃത്യമായുള്ള കൊട്ടേഷൻ ടീമിൽ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ അവർക്ക് അർഹിക്കുന്ന രൂപത്തിലുള്ള സമീപനമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവുന്നത്. എന്തായാലും കൊടിസുനി അടക്കം 3 പേരെ 3 ഭാഗത്തെ ആക്കിയതോട് കൂടിയിട്ട്
അവരുടെ അഹന്തയും അതേപോലെ ഇതുണ്ടല്ലോ ഗുണ്ടയെന്നുള്ള അഹങ്കാരം അതെല്ലാം പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു എന്ന് വേണം കരുതാൻ.